പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരിങ്ങള്ളൂരാണ്. ഞാനിപ്പോഴുള്ളത് നമ്മുടെ പെരിങ്ങള്ളൂർ കല്ലിടുക്കിലാണ്. ഇവിടെ നിരന്തരം ഒരു വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ ദയനീയമായി നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റമുണ്ടാകണം. റോഡിൽ പോകുന്ന വാഹനങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ പരിസരത്ത് ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. വലിയ തോതിൽ ഇവിടെ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് വേസ്റ്റുകൾ ഇടുകയാണ്. ഇതെല്ലാം കൂടി ഇവിടെ കടന്ന് പൊഴുത്ത് നാറി നമ്മുടെ കല്ലിടുക്കൽ കടവ് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ അക്കരെ ഇക്കരെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം ഇവിടെ നിലച്ചിട്ട് ഈ റോഡ് പണിയോടനുബന്ധിച്ച് ആ സംവിധാനം ഇവിടെ നമുക്ക് ഇല്ലാതായിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഈ കല്ലിടുക്ക് കടവിലേക്ക് ഈ കടവിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് നമുക്കൊരു കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അക്കരെ ഇക്കരെ പോകുന്നതിനും ഈ കടവിലിറങ്ങി ആളുകൾക്ക് കുളിക്കാനും മറ്റ് ഉപയോഗങ്ങൾക്കായിട്ട് നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സംവിധാനമുണ്ട്. പഞ്ചായത്തും അധികാരികളും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും വേണ്ടുന്നതാണ്. അതുപോലെ തന്നെ എംപിയുടെ ഭാഗത്തു നിന്നോ പുതിയതായി എത്തുന്ന MLAയുടെ ഭാഗത്തു നിന്നോ നമുക്ക് ഈ പെരിങ്ങള്ളൂരിൽ അക്കരെ ഇക്കരെ കടക്കുന്നതിന് ഒരു താൽക്കാലിക നടപ്പാലം നിർമ്മിക്കേണ്ടതും അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ഒരു ദേശം പോലെ കഴിഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ 2 കിലോമീറ്റർ ചുറ്റി വേണം, പെരിങ്ങള്ളൂർ പാലം വഴി വേണം ഇപ്പോൾ ഇവിടെ എത്താൻ. ആ നിസാരമായ അക്കരെ കാണുന്ന വീട്, അവിടെ കാണുന്ന വീട്ടുകാർക്ക് ഈ ഇക്കരെ ഒന്ന് എത്തണമെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റി വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ട് MPയോ MLAയോ ഇടപെട്ട് ഇവിടെ ഒരു നടപ്പാത നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. 300 മീറ്റർ പോയാൽ തീർച്ചയായും 300 മീറ്റർ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ചെറിയ ഒരു പാലം നിർമ്മിച്ചു കൊടുത്താൽ ഈ നാട്ടുകാർക്ക് വലിയ ഉപകാരമായി തീരുന്നൊരവസ്ഥയുണ്ട്. 2-3 കിലോമീറ്റർ ചുറ്റി ആളുകൾ ഇവിടെ വരുന്നതിന് പകരം അവർക്ക് അവിടെ നിന്ന് നേരെ ഇക്കരെ കയറാവുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം നേരത്തെ നടന്നുകൊണ്ടിരുന്നതാണ് പെരിങ്ങള്ളൂരിൽ. ഇതെല്ലാം നിലച്ചത് ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഈ റോഡിൻ്റെ സൈഡ് വാൾ കെട്ടി ഉയർത്തുകയും ഈ റോഡിൻ്റെ സൈഡ് അടയ്ക്കുകയും ആറ്റിലേക്ക് ഇറങ്ങുന്ന റോഡിൻ്റെ സൈഡ് അടയ്ക്കുകയും ചെയ്തതോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെയൊരു സ്ഥിതി സംജാതമായത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങിയാൽ ആളുകൾക്ക് ആറ്റിലിറങ്ങാനും കുളിക്കാനുമുള്ള സംവിധാനം ഉണ്ടാകും. ഉണക്ക് കാലങ്ങളിൽ തുണി കഴുകാനുള്ള സംവിധാനങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് മലയോര നാട് TV ആവശ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഗുണകരമായ ഒരു സംഭവമാണ്. പാലം അത്യാവശ്യമാണ്. പഞ്ചായത്തായാലും MLA ആയാലും MP ആയാലും ആര് തന്നെ ആയാലും നമുക്ക് ഇവിടെ ഈ നാടിനെ തങ്ങളിൽ ബന്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു 300 മീറ്ററിൽ ഒരു പാലം അത്യാവശ്യമാണ്. അത് നടപ്പാലമായിട്ടായാലും സാധ്യമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്യാവശ്യമായി പഞ്ചായത്തും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ടവർ അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് മലയോര നാട് TV ആവശ്യപ്പെടുകയാണ്. ഇതുവഴി താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഇവിടെ നിന്ന് അക്കരെ കയറി. അതുകൊണ്ട് അക്കരെ കാണുന്നത് ആ ട്രിറ്റ പോലെ കാണുന്നത് റോഡാണ്. അവിടെ വരെ റോഡ് വന്ന് നിൽക്കുകയാണ്. ഒരു 300 മീറ്റർ പോലും ഇല്ല ഈ ഒരു പാലത്തിന്. ഈ ചെറിയൊരു പാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് നൽകണമെന്നുള്ളത് മലയോര നാട് TV ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പെരിങ്ങള്ളൂർ കല്ലിടുക്കൽ ഇത്രയും സ്പേസ് ഇവിടെ വെറുതെ കിടക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വകയായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ടാക്കി കൊടുത്താൽ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഭാഗത്തെ വേസ്റ്റുകൾ ഒഴിവാക്കുന്നതിനും ഇടയാവും. ഒപ്പം ഒരു ക്യാമറയും സ്ഥാപിച്ച് ഇവിടെ വഴിയാത്രക്കാരായ യാത്രക്കാർക്ക് ഇവിടെ വണ്ടി നിർത്തി വിശ്രമിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ റോഡിൻ്റെ വശത്ത് നല്ല ഒരു സ്പേസ് കിടക്കുകയാണ്. ഇത് ഉപയോഗിക്കാൻ പഞ്ചായത്തിന് കഴിയണം.
പഞ്ചായത്ത് അതിനൊരു നടപടിയെടുത്ത് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ ഈ നാട്ടിലെ വേസ്റ്റ് ഒഴിവാകത്തുള്ളൂ. ഒരു ക്യാമറയും സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശം പെരിങ്ങള്ളൂർ ക്ലീനാവും. പെരിങ്ങള്ളൂർ ക്ലീനാവണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് മലയോരനാട് TV ഇങ്ങനൊരു സംരംഭവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മളീ കാണുന്നത് വിശാലമായ സ്പേസാണ്. ഒരു 2-3 കുടയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പാർക്ക് പോലെ 2 ബെഞ്ചും കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ചാൽ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു സ്ഥലമായി ഇത് മാറും. അത് നല്ലൊരു പരിപാടിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന പരിപാടിയാണ്. നാട്ടുകാരെല്ലാം പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവനും വേസ്റ്റിട്ട് ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതിയിലാണ് സത്യത്തിൽ ഇപ്പോൾ പെരിങ്ങള്ളൂർ നിലനിൽക്കുന്നത്. ഇതിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. ഇതിന് മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാർക്കുണ്ടാക്കണം, പഞ്ചായത്ത് അതിനുവേണ്ടി നടപടിയെടുക്കണം എന്ന് മലയോരനാട് TV ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കല്ലിടുക്കിൽ അക്കരെ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ് കല്ലിടുക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പ് പണിയണം, അവിടെ നിന്ന് ഇങ്ങോട്ട് പാലം പണിയണമെന്ന് പറഞ്ഞത് നമ്മൾ ഇവിടേക്കാണ്. ഇവിടെ വലിയ ഒരു റോഡ് വളരെ വിശാലമായി ആറ്റിൻ്റെ അരിവിലേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കാട് കയറി കിടക്കുകയാണ്. അത് ഇപ്പോൾ ആൾ സഞ്ചാരമില്ല. ഇതിലെ അക്കരെ കയറാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. എല്ലാവരും ഇതിലെ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ വഴി ചരിഞ്ഞ് കിടന്നിരുന്നതായിരുന്നു. ആ റോഡിൻ്റെ പണി വന്നതോടുകൂടി വളരെ ഉയരത്തിലേക്ക് കല്ല് കെട്ടി ഉയർത്തിയതോടുകൂടിയാണ് ആൾക്കാർക്ക് കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ഇപ്പോൾ അതിന് മാറ്റമുണ്ടാകണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 300 മീറ്റർ പോലുമില്ല, ഒരു 30 മീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഈ 30 മീറ്റർ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പാലം പണിയണം എന്നാവശ്യപ്പെടുന്നത്. ഈ നമ്മൾ ഈ കാണുന്ന വാഹനം പോകുന്ന റോഡും ഇവിടമായിട്ട് ഏകദേശം 30 മീറ്റർ പോലുമില്ല. ഇവിടെയെങ്കിലും ഒരു നടപ്പാലം നിർമ്മിച്ച് പെരിങ്ങള്ളൂരും മലപ്പേരൂർ ദേശവുമായുള്ള ആ പഴയ ബന്ധം നിലനിർത്തണമെന്നാണ് മലയോരനാട് TVക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതാണ് ഇവിടെ വന്ന് നിൽക്കുകയാണ് വിശാലമായ റോഡ്. അതായത് ലാറി, ടിപ്പർ ഒക്കെ പോകത്തക്കോണമുള്ള റോഡ് ആറ്റിൻ്റെ അരിവിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ വിശാലമായ ഒരു വഴി ഇനി വരാനില്ല. ഈ വഴിയാണ് നമുക്ക് താൽക്കാലികമായി അടഞ്ഞു പോയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഈറ കയറി കിടക്കുന്നത് കൊണ്ട് ഈ വഴിയിലേക്ക് കുറച്ച് ഈറ കയറി കിടപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ വിശാലമായ ഒരു വഴിയാണ്. മലപ്പേരൂരേക്ക്, പെരിങ്ങള്ളൂരിൽ നിന്നും മലപ്പേരൂരേക്ക് പോകുന്ന ഒരു വഴിയെന്ന് പറയുന്നത് വളരെ വിശാലമായ വഴിയാണ്. ഇവിടെ ഇച്ചിരി ഭാഗത്ത് ഈറ കയറി കിടക്കുന്നത് കൊണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടം കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്, ഒരു ബസ്സിന് പോലും, സ്കൂൾ ബസ്സുകൾക്ക് പോലും കടന്നു പോകാം. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ വളരെയേറെ ബുദ്ധിമുട്ടി 1-2 കിലോമീറ്റർ സഞ്ചരിച്ചാണ് പെരിങ്ങള്ളൂർ പാലത്തിലേക്ക് എത്തുന്നത്. അത്രയും ദൂരം സഞ്ചരിക്കാതെ തന്നെ ഈ കിടക്കുന്ന വിശാലമായ റോഡിലൂടെ, ഈ റോഡ് ആറ്റിലേക്ക് ചെന്നെത്തുന്ന റോഡാണ്. ഇത്രയും വിശാലമായ ഒരു റോഡ് നമുക്ക് നിലവിലുള്ളപ്പോൾ ഇതിനെ നമ്മൾ പുനർനിർമ്മിക്കണം. ഇവിടെ ഒരു പാലം വന്നാൽ ഈ റോഡ് ഉപയോഗത്തിലേക്ക് എത്തുകയും ഈ പ്രദേശത്ത് താമസിക്കുന്ന നാട്ടുകാർക്ക്, ഈ കാണുന്ന റോഡാണ്, ഇത് ആറ്റിലേക്ക് വന്നിറങ്ങി നിന്ന റോഡാണ്. വർഷങ്ങളായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ്. ഈ റോഡിനെ നമ്മൾ പുനർനിർമ്മിക്കണം. നാട്ടുകാരെ പരസ്പരം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പെരിങ്ങള്ളൂരും മലപ്പേരൂരും ഒറ്റയായി കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഈ ഒരു പാലത്തിൻ്റെ പ്രശ്നമാണ്. ആ റോഡ് പണി വന്നതിന് ശേഷമാണ് ആളുകൾക്ക് അക്കരെ ഇക്കരെ പോകാൻ ഒക്കാതെ വന്നത്. ഇത്രയും വിശാലമായ ഒരു റോഡ് ഇവിടെ കിടക്കുകയാണ്. ഇതിന് ഒരു ചെറിയ പാലം നിർമ്മിച്ചുകൊണ്ട് ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതിനെ മാറ്റണമെന്നാണ് മലയോരനാട് TVക്ക് പറയാനുള്ളത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്കായി അവർ എത്രയും പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് പുതിയ റോഡിൻ്റെ പണിയോടുകൂടി അവസാനിച്ചത്. അത് പുനർനിർമ്മിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിലാക്കി ആളുകൾക്ക് ഒരു
വലിയ ഒരു പ്രതിബന്ധം ഒഴിവാക്കി കൊടുക്കണമെന്ന് മലയോര നാട് TV ആവശ്യപ്പെടുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് മലപ്പേരൂർ. ഈ മലപ്പേരൂരും പെരിങ്ങള്ളൂരുമായി ഒരു 30 മീറ്ററിൻ്റെ ഒരു പാലത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ഇതായി കാണുന്നത് വലിയ റോഡാണ്. ഒരു ബസ്സിന് പോലും കടന്നു പോകാൻ വീതിയുള്ള റോഡ് ആറ്റരുവിൽ വരെ വന്ന് നിൽക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾ അല്ലെങ്കിൽ MLA ആയാലും MP ആയാലും ആരെങ്കിലും ഇതിലിടപെട്ട് ഈ പ്രദേശത്തേക്ക് ഒരു വലിയ പ്രശ്നം ഒഴിവാക്കി എല്ലാവർക്കും വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ MLA ആയാലും MP ആയാലും അതിനുവേണ്ടി നടപടിയെടുക്കണം. ഈ റോഡ് ഉണ്ട്. ആളുകൾ താമസിക്കുന്ന വീടുകൾ, ധാരാളം വീടുകളുള്ള പ്രദേശമാണ്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് മലയോര നാട് TV ആവശ്യപ്പെടുകയാണ്. കല്ലിടുക്കിൽ നിന്നും മലപ്പേരൂരേക്ക് കയറുന്ന, അതായത് പെരിങ്ങള്ളൂർ പാലത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളീ കാണുന്നത്. അതിവിശാലമായ ഒരു റോഡ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഈ റോഡ് ഉപയോഗിക്കണം എന്നുള്ളതാണ് മലയോര നാട് TVയുടെ ആവശ്യം. ഈ നാട്ടിലെ നാട്ടുകാർ മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു റോഡിൻ്റെ നിർമ്മാണം. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ റോഡും വഴികളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് വികസിച്ചാലേ നാട്ടുകാർക്ക് വികസനം ഉണ്ടാകുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് മലയോര നാട് TV ആവശ്യപ്പെടുന്നത്. അങ്ങ് അകലെ കാണുന്നതാണ് നമ്മുടെ ആയിരവല്ലിപ്പാറ എന്നറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിൽക്കുന്ന ആയിരവല്ലിപ്പാറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലപ്പേരൂർ ആയിരവല്ലിപ്പാറ. നമ്മൾ പെരിങ്ങള്ളൂർ പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെരിങ്ങള്ളൂർ പാലത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും ദൂരം അവിടെ നിന്ന് സഞ്ചരിച്ച് വേണം ആ നാട്ടുകാർക്ക് 30 മീറ്റർ മാത്രം ദൂരമുള്ള ആറ് കടന്ന് ഇക്കരെ എത്തുവാൻ. അപ്പോൾ അത്രയും വിശാലമായ വഴികളുള്ള ഒരു ഭാഗത്താണ് ഈ പെരിങ്ങള്ളൂർ പാലത്തിലേക്കാണ് അവിടെ നിന്നും ആളുകൾ എത്തിച്ചേരേണ്ടത്. ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് ബസ് കയറി പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാകണം.
എന്നാണ് മലയോരനാട് ടി വിക്ക് ആവശ്യപ്പെടാനുള്ളത്.